ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ആണ്. എന്താണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് എന്ന് പഠിക്കുന്നതിന് മുൻപ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്, അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ് എന്നതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ആദ്യം അത് പറയാം. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഒരു അരമണിക്കൂർ മുമ്പേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതാണ്. അരമണിക്കൂറായിട്ട് ഞാനിവിടെ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അരമണിക്കൂറായി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമാണ്. ഇപ്പോഴും ഇരിക്കുകയാണ്. ഐ എം സിറ്റിംഗ് ഹിയർ. ഇപ്പോൾ സമയം 10 o'clock ആണ്. ഞാൻ 9:30 മുതൽ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം പാസ്റ്റിൽ തുടങ്ങി ഒരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. 9:30 മുതൽ ഞാനിവിടെ ഇരിക്കുകയാണ്. അവിടെയാണ് ഐ ഹാവ് ബീൻ സിറ്റിംഗ് ഹിയർ ഫോർ 30 minutes. അവിടെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം. ഐ ഹാവ് ബീൻ സിറ്റിംഗ് ഹിയർ ഫോർ 30 minutes. ഐ ഹാവ് ബീൻ എന്നാണ് ഞാൻ ഉപയോഗിച്ചത്. ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഹാവ് ബീൻ ഉപയോഗിച്ചത്. ഇനി വി ആണെങ്കിലും ഹാവ് ബീൻ, യു ഹാവ് ബീൻ, ദേ ഹാവ് ബീൻ, പ്ലൂറൽ സബ്ജക്ട്സ് എന്തോ ആയിക്കോട്ടെ അവിടെയൊക്കെ ഹാവ് ബീൻ എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസ് ബീൻ എന്ന് ഉപയോഗിക്കണം. ഹി ഹാസ് ബീൻ, ഷീ ഹാസ് ബീൻ, അങ്ങനെ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് എ വെർബ് ആണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ടൈം 10 o'clock ആണ്. ഞാൻ രാവിലെ 8 o'clock മുതൽ 9 o'clock വരെ കിച്ചണിൽ പാത്രങ്ങൾ വാഷ് ചെയ്യായിരുന്നു. 8 o'clock മുതൽ 9 o'clock വരെ 1 hour. ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ 8 o'clock മുതൽ 9 o'clock വരെ 1 hour ഞാൻ പാത്രങ്ങൾ കഴുകുകയായിരുന്നു. ഐ ഹാഡ് ബീൻ വാഷിംഗ് ദ പ്ലേറ്റ്സ്. ഐ ഹാഡ് ബീൻ വാഷിംഗ് ദ പ്ലേറ്റ്സ്. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റിലെ ഒരു കാര്യമാണ്, അത് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ഉണ്ടായിരുന്നു, ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഐ ഹാഡ് ബീൻ വാഷിംഗ്, സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് ഹാഡ് ബീൻ. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഐ ഹാഡ് ബീൻ, വി ഹാഡ് ബീൻ, യു ഹാഡ് ബീൻ, ഹി ഹാഡ് ബീൻ, ഷീ ഹാഡ് ബീൻ, അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് എ വെർബ് ഉപയോഗിച്ചാൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കിട്ടും. അതിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലായില്ലേ? ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? ഇപ്പോൾ നാളെ എനിക്ക് ഒരു ട്രെയിൻ ജേർണി ഉണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്ത് ഞാൻ 11 o'clock സ്റ്റേഷനിലെത്തും. 11 മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്തും. ഞാൻ സ്റ്റേഷനിലെത്തുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അവൾ രാവിലെ മുതൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അവളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്, കുറേ നേരത്തെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഐ എക്സ്പെക്റ്റ് ദാറ്റ്, ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ, മോർണിംഗ് മുതൽ അവൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാവും. ഷീ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഷീ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് അറ്റ് ദ സ്റ്റേഷൻ. ഷീ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഇവിടെ ആ ഒരു ഡ്യൂറേഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ 11 മണിക്ക് അവിടെ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ ആളുണ്ടാകും, അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാകും. പക്ഷേ അത് കുറേ സമയമായിട്ട് നിൽക്കുന്നതാണ്. അതിന് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമുണ്ട്. അപ്പോൾ രാവിലെ മുതൽ അവൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാവും. ഷീ വിൽ ഹാവ് ബീൻ വെയിറ്റിംഗ് അറ്റ് ദ സ്റ്റേഷൻ. വിൽ ഹാവ് ബീൻ, അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഷീ വിൽ ഹാവ് ബീൻ എന്ന് പറഞ്ഞ പോലെ വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് എ വെർബ്. അപ്പോൾ ഒരു ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ സിറ്റുവേഷൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നീ ടെൻസുകളിൽ ആണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ഫോം ചെയ്യുന്നത് ടു ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് എ വെർബ് ആണ്. ടു ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് എ വെർബ് എന്ന് പറയുമ്പോൾ ടു ഹാവ് ബീൻ റീഡിംഗ്, ടു ഹാവ് ബീൻ singing, to have been traveling, to have been writing, to have been walking,
ഇങ്ങനെയൊക്കെ. ഇനി ഓരോ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാവും എന്താണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് എന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. It seems that he has been sitting here since morning. It seems that he has been sitting here since morning. അവൻ രാവിലെ മുതൽ ഇവിടെ ഇരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇതിനെ നമുക്ക് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ഫോമിലേക്ക് മാറ്റാം. He seems to have been sitting here since morning. He seems to have been sitting here since morning. നോക്കൂ, ടു ഹാവ് ബീൻ സിറ്റിംഗ് അതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ്. ടു ഹാവ് എന്നത് ഇൻഫിനിറ്റീവ് ഫോമാണ്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഷീ പ്രിറ്റൻസ് ദാറ്റ് ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഓൾ ഡേ. ഷീ പ്രിറ്റൻസ് ദാറ്റ് ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഓൾ ഡേ. അവൾ അഭിനയിക്കുന്നു. എന്താണ് അഭിനയിക്കുന്നത്? ദാറ്റ് ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഓൾ ഡേ. ദിവസം മുഴുവൻ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അഭിനയിക്കുന്നു. ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ആക്കി നോക്കാം. ഷീ പ്രിറ്റൻസ് ടു ഹാവ് ബീൻ സ്റ്റഡിയിങ് ഓൾ ഡേ. ടു ഹാവ് ബീൻ സ്റ്റഡിയിങ് എന്നാക്കി. ഇവിടെ ശ്രദ്ധിക്കൂ, ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് എന്നാണ്. ഹാസ് എന്നുള്ളത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ആയപ്പോൾ ടു ഹാവ് ബീൻ എന്നാണ് ആയത്. ടു ഹാവ് എന്നത് ഇൻഫിനിറ്റീവ് ഫോമാണ്. ടു ഹാസ് എന്നല്ല ആയത്, ടു ഹാവ് എന്ന് തന്നെയാണ്. കാരണം ഹാവ്, ഹാസ്, ഹാഡ് ഇവയുടെയൊക്കെ ബേസ് ഫോം എന്ന് പറയുന്നത് ഹാവ് ആണ്. അതുകൊണ്ട് ഇൻഫിനിറ്റീവ് ഉണ്ടാക്കുമ്പോൾ ടു പ്ലസ് ബേസ് ഫോം അല്ലേ, അപ്പോൾ ടു ഹാവ് എന്നാണ് വേണ്ടത്. ഷീ പ്രിറ്റൻസ് ടു ഹാവ് ബീൻ സ്റ്റഡിയിങ് ഓൾ ഡേ. ഇത് രണ്ട് സെൻറ്റൻസിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്. ഇറ്റ് സീംഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ക്രൈയിങ് ഫോർ എ ലോങ് ടൈം. ഇറ്റ് സീംഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ക്രൈയിങ് ഫോർ എ ലോങ് ടൈം. അവൾ ഒരുപാട് സമയമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് എനിക്ക് തോന്നി. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് തോന്നി. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ഷീ ഹാഡ് ബീൻ ക്രൈയിങ്. ഹാഡ് ബീൻ എന്നാണ്. ഇതിനെ നമുക്ക് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവിലേക്ക് മാറ്റാം. ഷീ സീംഡ് ടു ഹാവ് ബീൻ ക്രൈയിങ് ഫോർ എ ലോങ് ടൈം. ഷീ സീംഡ് ടു ഹാവ് ബീൻ ക്രൈയിങ് ഫോർ എ ലോങ് ടൈം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഷീ ഹാഡ് ബീൻ ക്രൈയിങ്. ഹാഡ് ബീൻ എന്നതാണ്. പക്ഷേ നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവിലേക്ക് മാറ്റിയപ്പോൾ ടു ഹാവ് ബീൻ എന്നാണ് മാറ്റിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് മനസ്സിലായല്ലോ. ഹാവ്, ഹാഡ്, ഹാസ് ഇതിൻ്റെയൊക്കെ ബേസ് ഫോം ഹാവ് ആണ്. ഇൻഫിനിറ്റീവ് ആവുമ്പോൾ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ടു ഹാവ് ബീൻ എന്നാക്കിയത്. നെക്സ്റ്റ് സെൻറ്റൻസ്. ഇറ്റ് സീംഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ വർക്കിംഗ് വിത്തൗട്ട് റെസ്റ്റ്. ഇറ്റ് സീംഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ വർക്കിംഗ് വിത്തൗട്ട് റെസ്റ്റ്. അവൻ ഒരു റെസ്റ്റുമില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് തോന്നി എന്നാണ്. ഇവിടെയും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. ഇതിനെ നമുക്ക് ഇതിൻ്റെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ഫോം നോക്കൂ. ഹി സീംഡ് ടു ഹാവ് ബീൻ വർക്കിംഗ് വിത്തൗട്ട് റെസ്റ്റ്. ഇനി നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു സെൻറ്റൻസ് നോക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ എക്സ്പെക്ട് ദാറ്റ് he will have been waiting at the station since morning. I expect that he will have been waiting at the station since morning. രാവിലെ മുതൽ അദ്ദേഹം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാവും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. ഇത് നോർമൽ സെൻറ്റൻസ് ആണ്. അടുത്തത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് സെൻറ്റൻസ് നോക്കാം. ഹി ഈസ് expected to have been waiting since morning. He is expected to have been waiting since morning. നോക്കൂ, he will have been എന്നത് മാറ്റി to have been എന്ന് തന്നെയാണ് മാറ്റിയത്. ഇപ്പോൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് എന്താണ്?
എങ്ങനെയാണ് ഒരു ഓർഡിനറി സെൻറ്റൻസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ വരുന്ന ചേഞ്ച് എന്താണ് എന്ന് മനസ്സിലായല്ലോ. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇത്തരം സെൻറ്റൻസുകളെയാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇൻഫിനിറ്റീവിലേക്ക് മാറ്റുന്നത്. ഇതിൻ്റെ ഫോം ടു ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് ദ വേർബ്.